അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു ചെടി നട്ടു അല്ലേ. അപ്പം അതിൽ ആദ്യം ഏത് ഭാഗമാണ് വന്നത്? ഒരു പാർട്ടിക്കിൾ ആദ്യം തന്നെ ഇങ്ങനെ വരില്ലേ, എന്നിട്ട് അത് മണ്ണിനടിയിലേക്ക് പോകും അല്ലേ. അതിനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയാം. നിങ്ങൾക്കത് പഠിക്കാനൊന്നുമില്ല. ആ റാഡിക്കിൾ എന്താവാണ്, വേരായിട്ടാണ് പിന്നീട് മാറുക. അപ്പം ആദ്യം വരുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? റാഡിക്കിളാണ്, അല്ലെങ്കിൽ വേരായി മാറുന്ന ഭാഗമാണ് ആദ്യം പ്ലാന്റിൽ പുറത്തു വരാം. എന്നിട്ട് അത് മണ്ണിൽ ഉറച്ചിട്ട് അതിന് വേണ്ട ജലവും ലവണങ്ങളൊക്കെ വലിച്ചു കൊടുക്കും അല്ലെ. ആദ്യം നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളല്ലേ കിട്ടേണ്ടത്. പിന്നീട് അതെന്ത് ചെയ്യും, പിന്നീടാണ് അതിന് തണ്ട് ഇതായി ലീഫുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതാട്ടോ. എല്ലാ പ്ലാന്റുകളും സീഡിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുന്നത്? അല്ല, എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവറിങ് ഉണ്ടാവണമെന്നില്ല അല്ലേ. ഫ്ലവർ ഉണ്ടാവുമ്പോഴാണ് അതെന്താവുക, സീഡായിട്ട് ഫ്ലവർ, പിന്നീട് സീഡ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റുകളിലും ആരുണ്ടാവില്ല, ഫ്ലവർ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സീഡിലൂടെ മാത്രമല്ലാതെയും നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാ? നമ്മുടെ വീട്ടിലിപ്പോൾ മുരിങ്ങത്തൈയൊക്കെ ഉണ്ടെങ്കിൽ കൊമ്പൊടിച്ച് നടണ കണ്ടിട്ടില്ലേ? അതുപോലെ ചെമ്പരത്തി, അതിൻ്റെയൊക്കെ എന്താണ്, സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് അല്ലേ. കൊമ്പ് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വീട്ടിൽ ഡാലിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാലറിയാം, ഡാലിയയുടെ ചോട്ടിൽ കുഞ്ഞു കുഞ്ഞു ഡാലിയ തൈകൾ വരുന്നത് കാണാം. അതെങ്ങനെയാണ്? അത് അതിൻ്റെ റൂട്ടിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ആ ചെടിക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഈ പ്ലാന്റ് സീഡിലൂടെ മാത്രമല്ല പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം. പിന്നെന്താണ്, ചില പ്ലാന്റുകൾ റൂട്ടിലൂടെയും, ചില പ്ലാന്റ് സ്റ്റെമ്മ്, ചില പ്ലാന്റുകളുടെ ലീഫ്, നിശാഗന്ധിയുടെ പൂവ്, നിശാഗന്ധിയുടെ ചെടി എങ്ങനെ, ലീഫ് നിന്നും പുതിയ നിശാഗന്ധി തൈ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചില ചെടികളുടെ ലീഫിൽ നിന്നും പുതിയൊരു ചെടി ഉണ്ടാവും. നമുക്കൊക്കെ കാര്യം മനസ്സിലായില്ലേ? അപ്പം സീഡിൽ നിന്ന് മാത്രമല്ലാതെയും റൂട്ട്, സ്റ്റെമ്മ്, ലീഫിൽ നിന്നുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചെടികൾ ഉണ്ടാക്കാം. എനിക്ക് മുകളിൽ കുറച്ച് ചെടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് വരി തന്നെ ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവയ്ക്ക് പുതിയ കുഞ്ഞു പ്ലാന്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചെത്തിരി എന്താണ്, സ്റ്റെം ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ ചെത്തിക്ക് നല്ല പുതിയൊരു ചെടി ഉണ്ടാവില്ലേ, ചെടിയൊക്കെ കൂടെ നമുക്ക് നമുക്ക് സ്റ്റെം എഴുതാം അല്ലേ. പിന്നെയോ ഹിബിസ്കസ് നമ്മൾ പറഞ്ഞാണ് അല്ലേ, അതും എന്താണ്, സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടാൽ നമുക്ക് പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. നിശാഗന്ധി എന്താണ്, ലീഫിൻ്റെ അവിടെ ആകെ നിശാഗന്ധിരെ മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ, അതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തത്. ഹിബിസ്കസ് സ്റ്റെമ്മും ഉണ്ട്, അതിന് സീഡും ഉണ്ട് കേട്ടോ. അപ്പൊ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ആരെഴുതാം, നമുക്ക് ഹിബിസ്കസ് എഴുതാം. റോസ് എങ്ങനെ, നമുക്കറിയാലോ, സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നട്ടിട്ട് റോസിന്റെ കൊമ്പൊക്കെ ചോദിക്കാൻ കണ്ടിട്ടില്ല, നല്ല ഭംഗിയുള്ള പൂവാണ്, ഒരു റോസിന്റെ കൊമ്പ് തരുമെന്നൊക്കെ ചോദിക്കൂലേ അതെന്താ, അതിന്റെ സ്റ്റെമ്മ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയൊരു റോസ് തൈ അവിടെ ഉണ്ടാവും അല്ലേ. പംകിൻ എങ്ങനെയാ, പംകിന്റെ സീഡാണ് അല്ലെ. പംകിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സീഡ് ഉണ്ട്. മാംഗോ ട്രീക്കോ സീഡ് ഉണ്ട് അല്ലെ, മാംഗോയുടെ ട്രീയുടെ സീഡ് കണ്ടിട്ടില്ലേ, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ആ സീഡ് കുഴിച്ചിട്ടിട്ട് നമ്മൾ പുതിയൊരു മാവിൻ്റെ തൈ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ജാസ്മിൻ്റെയും സ്റ്റെമ്മാണ് അല്ലേ, സ്റ്റെമ്മ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരെണ്ണം ഉണ്ടാവും. പിന്നെ കടപ്ലാവ് എങ്ങനെയാണ്, കടപ്ലാവിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കടപ്ലാവിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ മുളച്ചു വരുന്നത് കാണാം. അതെങ്ങനെയാണ്, അതിൻ്റെ റൂട്ടിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ കടപ്ലാവ് എന്തിന്റെ എക്സാമ്പിളായിട്ട് എഴുതാം, നമുക്ക് റൂട്ടിന് എക്സാമ്പിളായിട്ട് എഴുതാം. അപ്പൊ സീഡിന്റെ അവിടെ ആരൊക്കെ ഉണ്ട്, പംകിൻ, ഫസ്റ്റ് ഇവിടെ എന്താ കൊടുത്തത്, സീഡിന്റെ അവിടെ ആരൊക്കെ നമുക്ക് എക്സാമ്പിൾ എഴുതാം, പംകിൻ, മാംഗോ. ഞാനിവിടെ എഴുതി കാണിക്കണോ, മാംഗോ ട്രീ. പിന്നെ കടപ്ലാവ് എന്താണ്, റൂട്ടിന്റെ അവിടെ ആരാണ്, കടപ്ലാവ്. സ്റ്റെമ്മിന്റെ അവിടെ കുറേ ഉണ്ട് അല്ലെ, ചെത്തി, ഹിബിസ്കസ്, ജാസ്മിൻ, റോസ്. പിന്നെ നിശാഗന്ധി ആരാ, ലീഫിലൂടെയാണല്ലേ. കുറച്ചും കൂടി എക്സാമ്പിൾസ് പറഞ്ഞിട്ട് വേണമെങ്കിൽ തരാം. സീഡിലൂടെ നമുക്ക് മാംഗോ ട്രീ അല്ലാതെ ഏതൊക്കെ നമുക്കറിയാം, പറഞ്ഞു നോക്കൂ. കോക്കനട്ടിന്റെ ട്രീയുടെ സീഡ് കുഴിച്ചിട്ടിട്ടല്ലേ ഉണ്ടാവുന്നത്. ടൊമാറ്റോ, തക്കാളി, ചില്ലി, പച്ചമുളക്, പപ്പായ, ഇതൊക്കെ എന്താണ്, സീഡിലൂടെയാണ് അല്ലെ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. പിന്നെ റൂട്ടിലൂടെ ഏതൊക്കെയാണ്, നിങ്ങളുടെ വീട്ടില് കറി ലീഫ്, നമ്മുടെ കറി ലീഫ് എന്ന് പറഞ്ഞാൽ വേപ്പല,
വേപ്പ് മരമില്ലേ, കറിയിലിടുന്ന വേപ്പ് മരം, അതിൻ്റെ അടുത്ത് പോയി നോക്കിയേ, അത് റൂട്ടിലൂടെയാണ്, അതിൻ്റെ വേരിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഉണ്ടായിരിക്കുന്നതാണ് മണ്ണിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന കാണാം. അതപ്പം എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്? റൂട്ടിലൂടെയാണ് അല്ലേ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെന്താണ് ക്യാരറ്റ്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, ഇതൊക്കെ എങ്ങനെയാണ് റൂട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങളുണ്ട്, അവരെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക്. പിന്നെ സ്റ്റെം ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ, പിന്നെ വേറെന്തൊക്കെ എഴുതാൻ പറ്റും സ്റ്റെമ്മിൻ്റെത്? 10 മണിപ്പൂവ്, നല്ല ഭംഗിയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു പൂ വിരിയണത് കണ്ടിട്ടില്ലേ? അതിൻ്റെ ഒക്കെ സ്റ്റെമ്മ് കുഴിച്ചിട്ടാലുണ്ടാവും. ഏതിൻ്റെ ഒക്കെ തണ്ട് കുഴിച്ചിട്ടാലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾ എഴുതാം കേട്ടോ. ലീഫിലൂടെ നിശാഗന്ധി അല്ലാതെ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് അറിയാൻ വഴി ഉണ്ടാവില്ല. ബ്രയോഫൈലം, ബിഗോണിയ എന്ന് പറഞ്ഞാൽ ഈ 2 ചെടികളാണ് പിന്നെ ലീഫിൽ കൂടെ പുതിയ ചെടിയെ ഉണ്ടാക്കുന്നത്. ബ്രയോഫൈലം, ബിഗോണിയ. കിട്ടിയില്ല എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ്? ഓരോ പ്ലാന്റിൻ്റെ പാർട്സിനും അതിൻ്റേതായ ഫങ്ഷൻ ഉണ്ട്. റൂട്ട് എന്തിനായിരിക്കും സഹായിക്കുക? മണ്ണിലാണ് നിൽക്കണേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വേരുകൾ ഉറപ്പിച്ച് ആ പ്ലാന്റിന് അവിടെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെന്താണ്, അതിനവിടെ നിലനിർത്തുന്നുണ്ടല്ലേ, മണ്ണിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും? മണ്ണിലുള്ള ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടി പ്ലാന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്റ്റെം എന്തിനു വേണ്ടിയായിരിക്കും സഹായിക്കുന്നത്? അതിന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ലീഫുകൾ എന്താണ്? ലീഫുകൾക്ക് നമുക്കറിയാവുന്നതല്ലേ, ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി അല്ലേ, അതിന് പ്ലാന്റിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഫുകൾ സഹായിക്കുന്നത്. ഫ്ലവർ എന്തിനു വേണ്ടിയിട്ടാണ്? സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി, വിത്തുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. പ്ലാന്റിൻ്റെ ഓരോ പാർട്സിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അപ്പം പ്ലാന്റുകൾ ലീഫിലുണ്ടാക്കുന്ന ഭക്ഷണം യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വളരുന്നത്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പം ബാക്കിയുള്ള ഫുഡ് എന്ത് ചെയ്യും? അവർ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മളും ബാക്കിയുള്ളത് നല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നാളേക്ക് വേണ്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സും. അവ ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അവ സ്റ്റോർ ചെയ്ത് വെക്കും. അതർ ഓർഗാനിസം യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. പിന്നെയോ മറ്റുള്ള ഓർഗാനിസംസും അവയുടെ ഫുഡ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇതേ പ്ലാന്റിൻ്റെ പാർട്സ് തന്നിട്ടുണ്ട്: സ്റ്റെമ്മ്, ലീഫ്, റൂട്ട്. അപ്പോൾ അവയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. സ്റ്റെമ്മിൻ്റെ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ക്യാരി വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ലീവ്സ്. അപ്പോൾ റൂട്ട് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ ന്യൂട്രിയൻസും എവിടേക്ക് എത്തിച്ചു കൊടുക്കണം? ലീഫിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കും. ആരാണ്? സ്റ്റെമ്മാണ് എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ലീഫ്. ലീഫ് എന്തായിരിക്കും? പ്രിപ്പയർ ദ ഫുഡ് നീഡ്സ് ബൈ ദ പ്ലാന്റ്. ഇത് ഏറ്റവും താഴെ കിടക്കുന്നു. പ്രിപ്പയേഴ്സ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റിന് ആവശ്യമുള്ള ഫുഡ് ആര്? ലീഫ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, ഉണ്ടാക്കി കൊടുക്കും. അടുത്തതാണ് റൂട്ട്. റൂട്ടിൻ്റെ എന്തായിരിക്കും? ഫിക്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ അല്ലെ. നേരത്തെ പറഞ്ഞു അല്ലെ, പ്ലാന്റിന് സോയിലിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ആരാണ് സഹായിക്കുന്നത്? റൂട്ടാണ്. അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ. സോയിൽ നിന്നും പ്ലാന്റിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? റൂട്ടാണ്. അപ്പം അത് രണ്ടും റൂട്ടിൻ്റെ ഫങ്ഷനാണ്. ഇനി നമ്മൾക്ക് എന്താണ്? വെറൈറ്റീസ് ഓഫ് ലീഫ്. ഓരോ ലീഫിൻ്റെയും ഷേപ്പ്, കളറ് അതൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷേപ്പ് ഓഫ് ദ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഷേപ്പ് എഴുതണം. പിന്നെ സ്മെല്ലുണ്ടോന്ന്, സ്മെല്ലുണ്ടെങ്കിൽ എന്ത് എഴുതണം? യെസ് എഴുതണം. സ്മെല്ലില്ലെങ്കിൽ എന്ത് എഴുതാം? നോ എഴുതണം അല്ലേ. പിന്നെ അതിൻ്റെ കളറ്, ചിലത് ഗ്രീൻ ആയിരിക്കും, പല പല കളറില്ലേ, യെല്ലോ കളറുണ്ട് അല്ലേ, പല കളറിലുള്ള ലീഫുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ ഓരോന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹിബിസ്കസ് എഴുതാം. ഹിബിസ്കസ് എഴുതിയാൽ എന്താണ്? അതിൻ്റെ ലീഫിൻ്റെ കളർ എഗ് ഷേപ്പ്ഡ് ആണ് അല്ലേ, ഒരു ഓവൽ ഷേപ്പ് അല്ലേ അതിനുള്ളത്. എഗ് ഷേപ്പ്ഡ് എന്ന് എഴുതാം. അതിന് സ്മെല്ലുണ്ടോ? ഇല്ല, നോ. സ്മെല്ലിൻ്റെ അവിടെ എന്ത് എഴുതാം? നോ. പിന്നെന്താണ്? അത് ഡാർക്ക് ഗ്രീൻ കളറാണ് അല്ലേ. മറ്റേ തുമ്പപ്പൂവിൻ്റെ കളറിനേക്കാൾ തുമ്പയുടെ ഇലനേക്കാളും എന്താണ്? ഡാർക്ക് കളറാണ് അതിന്. ഇനി മാംഗോ ട്രീയുടെ ലീഫ്. അപ്പം മാംഗോ പ്ലാന്റിൻ്റെ പേരിൽ ഏതുണ്ടു? മാംഗോയുടെ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? ലോങ് ഓർ നേരോ. നീളത്തിൽ ഇങ്ങനെ നേരോ ഷേപ്പ് അല്ലേ, ലോങ് നേരോ ഷേപ്പാണ്. അതിന് മണുണ്ടോ?
ചില മാവിൻ്റെനും മണമുണ്ട്, ചിലതിനില്ല അല്ലേ. അതിൻ്റെ കളറ് എങ്ങനെയാണ്? ലീഫിൻ്റെ കളറ് ഡാർക്ക് ഗ്രീൻ കളറാണ്. എന്താണ്? ഡാർക്ക് ഗ്രീൻ കളറാണ്. കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് എഴുതിയാൽ മതി. മോസ്റ്റ് ഓഫ് ദ മാംഗോയുടെയും കളർ സ്മെൽ ഉണ്ടാവാറില്ല. പിന്നെ മിൻറ്റ് എന്ന് പറഞ്ഞാലേ പുതിനയുടെ മണുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മണുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവിടെ എഴുതി വെച്ചോ യെസ്. സ്മെല്ലിൻ്റെ അവിടെ യെസ് എഴുതാം. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പുതിനരത്? ഓവലേറ്റ് ആണല്ലേ, ഓവൽ ഷേപ്പാണല്ലേ. പിന്നെ റോസ് എടുത്താൽ എങ്ങനെയാണ്? റോസും ഓവൽ ഷേപ്പാണ്. സ്മെല്ലുണ്ടോ? ഇല്ല. കളർ എന്താണ്? മീഡിയം ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. അതുപോലെ പുതിനയുടെയും മിൻറ്റിൻ്റെയും കളർ എന്താണ്? ഗ്രീൻ കളറാണ് അല്ലേ. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. നമ്മൾ എന്തൊക്കെ വ്യത്യാസമാണ് ആ ലീഫിൽ മനസ്സിലാക്കിയത്? അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ദർ ഈസ് വെറൈറ്റി ഇൻ കളർ. പല കളറുകളാണ്. ഗ്രീൻ തന്നെ ഡാർക്ക്, ലൈറ്റ്, അങ്ങനെ പല കളർ, അല്ലെങ്കിൽ യെല്ലോ, പല കളറിലുള്ള ലീഫുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? സം പ്ലാന്റ്സ് ഹാവ് സ്മെൽ, സം നോട്ട് സ്മെൽ. സം പ്ലാന്റ്സിന് സ്മെല്ലുണ്ട്, ചില പ്ലാന്റ്സിന് എന്തില്ല? സ്മെല്ലില്ല. നമുക്കതിൽ നിന്ന് മനസ്സിലായ കാര്യമല്ലേ. പിന്നെന്ത് മനസ്സിലായി? വെറൈറ്റീസ് ഇൻ ഷേപ്പ് അല്ലേ. അവരുടെ ഷേപ്പ് ഒരുപോലെയാണോ? പല പ്ലാന്റ്സിൻ്റെയും ഷേപ്പ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. പല ഷേപ്പിലും പല നിറത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ലീഫുകളാണെന്ന് മനസ്സിലാക്കിയില്ലേ നമ്മ. അപ്പോൾ ആ ലീഫുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതേ അവിടെ പലതരത്തിലുള്ള പിക്ചറുകൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് കേട്ടോ. ഇനി വെറൈറ്റീസ് ഇൻ ഫ്ലവർ. അതുപോലെ നമുക്കറിയാം എന്താണ്? ഫ്ലവറിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം പ്ലാന്റ് എന്താ പറയുന്നത്? ആ ഫ്ലവർ പറയാണ് പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവർ. പ്ലാന്റ് പറയാണ് കേട്ടോ. എന്താ പറയണേ? എൻ്റെ പൂവ് നിങ്ങൾ പൊട്ടിക്കല്ലേ എന്ന് പറയാണ്. ആര്? പ്ലാന്റ്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ് ഫ്ലവേഴ്സ്? എന്തുകൊണ്ടായിരിക്കും ആ പ്ലാന്റ് അങ്ങനെ പറയണേ? അയ്യോ പൂ പൊട്ടിക്കല്ലേ. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഫ്ലവർ? എന്ത് ഉപകാരമാണ് ആ ഫ്ലവർ ആ പ്ലാന്റിന് കൊടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, അതിൻ്റെ ഒക്കെ ഫങ്ഷൻ നോക്കിയല്ലേ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ആ പ്ലാന്റിന് ആ ഫ്ലവർ കൊണ്ട്? ഹൂ ആർ ബെനിഫിറ്റഡ്? എന്താണ് അതിന് ബെനിഫിറ്റ് കിട്ടണേ എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബീസ് ഗെറ്റ് ഹണി. പിന്നെ ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടണമെന്ന് ചോദിച്ചത്. അപ്പം ബീസ് ഗെറ്റ് ഹണി. അപ്പോൾ തേനീച്ചകൾക്ക് എന്ത് കിട്ടും? തേൻ ലഭിക്കും. ആരിൽ നിന്ന്? ഫ്ലവറിൽ നിന്ന്. പിന്നെയോ? പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? ആ പ്ലാന്റിൻ്റെ സീഡ് ഉണ്ടാവണമെങ്കിൽ, കുട്ടികൾ ആ പ്ലാന്റിന് ഇനി അടുത്തൊരു തലമുറ ഉണ്ടാവണമെങ്കിൽ ആരവിടെ വേണം? ആ ഫ്ലവർ വേണം. ആ ഫ്ലവർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള ഹണി ബീയെ മറ്റുള്ളവരെയൊക്കെ അട്രാക്ട് ചെയ്തിട്ട് അവിടെ പോളിനേഷൻ നടന്നാൽ മാത്രമേ അവർക്ക് സീഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് അവിടെ ആ പ്ലാന്റിൽ ഫ്ലവർ വേണ്ടത്. ഫ്ലവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഇനി പലതരത്തിലുള്ള ഫ്ലവറുകളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഫ്ലവർ എന്താണ്? റോസ്. രണ്ടാമത്തെ നമുക്കറിയാം അല്ലേ, കണിക്കൊന്ന. വിഷുവിന് കണി വെക്കാനാണ്. കണിക്കൊന്ന എന്ന് പറയും. ഗോൾഡൻ ഷവർ ട്രീ ഫ്ലവർ എന്ന് പറയും. എന്താണ്? ഗോൾഡൻ ഷവർ. കണ്ട? ഗോൾഡൻ ഷവർ അല്ല, എന്ത് രസമല്ലേ കാണാൻ. അപ്പൊ ഗോൾഡൻ ഷവർ ട്രീ ഫ്ലവർ. ഓക്കെ. അടുത്തത് എഴുതിയിട്ടുണ്ട് അവിടെ ജാസ്മിൻ, മുല്ലപ്പൂവ്. ഇനി അടുത്തത് എന്താ? പോർച്ചുലക്ക, 10 മണിപ്പൂവ്. പിന്നത്താണ് സീനിയ. പിന്നെ നമുക്കറിയാം അല്ലേ, ഓണത്തിനൊക്കെ നമുക്ക് അളുടാൻ എടുക്കില്ല, 2 കളറിലുണ്ട് അല്ലേ, അതാണ് എന്ത്? മാരി ഗോൾഡ്. ഓക്കെ. അപ്പം മാരി ഗോൾഡ്, റോസ്, കണിക്കൊന്ന, ജാസ്മിൻ, 10 മണിപ്പൂവ്, ഇതിൻ്റെയൊക്കെയാണ് ഇവിടെ പിക്ചറുകൾ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ഡിഫറെൻറ്റ് കളറാണ്, ഷേപ്പാണ്, വെറൈറ്റി ആണല്ലേ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു എന്നുവെച്ചാൽ എന്താണ്? ചില പ്ലാന്റ്സുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളുണ്ട്. The major part of the plants are root, stem and leaf. Flowers develop at a stage of the plant's growth. Flowers then become fruits. ഫ്ലവർ ആണ് പിന്നീട് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒരു പ്ലാന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ആണ്. ഫ്ലവർ ഡെവലപ്ഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. പ്ലാന്റ് മെച്ചറായി അല്ലെങ്കിൽ വളർന്നൊരു പ്രായമാവുമ്പോഴാണ് എന്ത് വരുന്നത്? ഫ്ലവർ വരുന്നത്, പൂ വിരിയുന്നത്. ഈ പൂവാണ് പിന്നീട് എന്തായി മാറുന്നത്? ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്.
ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ പ്ലാന്റ്സുകളും എന്ത് ചെയ്യാറില്ല? പൂവുണ്ടാവാറില്ല, വിരിയാറില്ല. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. എല്ലാ പ്ലാന്റ്സിലും എല്ലാ ഫ്ലവേഴ്സുകളിലും എന്തുണ്ടാവണമെന്നില്ല? ഫ്രൂട്ട്സും ഉണ്ടാവണമെന്നില്ല. നീലക്കുറിഞ്ഞി നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഊട്ടിയിൽ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ എല്ലാവരും കാണാൻ പോവാറുണ്ട്. പോവാത്തവരും ഉണ്ട്. മിക്ക ആൾക്കാരും ടൂറിസ്റ്റുകളൊക്കെ നീലക്കുറിഞ്ഞി പൂക്കുന്ന ആ ഒരു ടൈമിൽ പോകും. അതെന്താ അതിൻ്റെ പ്രത്യേകത? അത് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് പൂക്കുള്ളൂ. ദിസ് ഈസ് എ റെയർ പ്ലാന്റ്സ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 ഇയേഴ്സ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കുള്ളൂ. വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വെത്തറിങ് ഫോർ അപ് ടു 3 months. അപ്പോൾ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും ആ പൂവ്. ആ പൂവിന് എന്ത് കളറാണ്? നീല കളറാണ്. ദേ ആർ ബ്ലൂ ഇൻ കളർ. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ. നീലഗിരി കുന്ന് എന്നതിന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? ആ പൂവിൻ്റെ പേര് കൊണ്ടാണ് ആ മലയ്ക്ക് എന്ത് പേര് വന്നത്? നീലഗിരി മല, നീലഗിരി ഹിൽസ് എന്ന് വന്നത്. ഓക്കെ, അപ്പം നീലക്കുറിഞ്ഞിനെ കുറിച്ച് നമുക്ക് മനസ്സിലായില്ലേ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ദേ ഗീവ് ഷെയ്ഡ്, നമുക്ക് എന്ത് തരുന്നുണ്ട്? തണൽ തരുന്നുണ്ട്. ദേ പ്രൊവൈഡ് ഓക്സിജൻ, പിന്നെ നമുക്ക് അത് എന്ത് തരുന്നുണ്ട്? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ദേ ആർ സോഴ്സ് ഓഫ് ഫുഡ്, പിന്നെന്താണ്? നമ്മുടെ ഫുഡ് തരുന്നില്ലേ? ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതൊക്കെ തരുന്നത് പ്ലാന്റ്സ് അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നല്ലേ? അപ്പോൾ ദേ ആർ സോഴ്സ് ഓഫ് ഫുഡ്. പിന്നെന്ത് പറയാം? ദേ ആർ ഹോം ടു ആനിമൽസ്. പല ആനിമൽസും സ്റ്റേ ചെയ്യുന്നത് അതിലാണല്ലേ? കിളികൾ പലതും കൂട് കൂട്ടാറുണ്ട് അല്ലേ? നമുക്കറിയാം അല്ലേ? അപ്പോൾ അതെന്താണ്? പല ആനിമൽസിൻ്റെയും എന്താണെന്ന് പറയാം? ഹോം ആണെന്ന് പറയാം. ഹെൽപ്പ് ക്ലീൻ ദ എയർ, പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? എയർ ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് റോ മെറ്റീരിയൽസ്, നമ്മൾ കോട്ടൺ അങ്ങനെയുള്ളതൊക്കെ മെഡിസിൻ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റിൽ നിന്നാണല്ലേ? അപ്പം നമുക്ക് പറയാം പ്രൊവൈഡ് റോ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് ഇതിൽ എളുപ്പമുള്ള 2-3 വായിക്കാനും എഴുതാനും പറ്റുന്നത് എഴുതിയാൽ മതി കേട്ടോ, കുഞ്ഞുമക്കളല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.